Yes. So hello everyone. Welcome to Rahil's Academy. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പിന്നെ യു ജി സി നെറ്റ് പേപ്പർ 1 ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലുള്ള വൺ ഓഫ് ദി മോസ്റ്റ് 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 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ് ബ്ലൂംസ് ടാക്സോണമി. ഇത് യു ജി സി നെറ്റ് എഴുതിയവർക്ക് കൂടുതൽ അറിയാം ഈ ഒരു ടോപ്പിക്കിന്റെ പ്രാധാന്യം. കാരണം എല്ലാ വർഷവും ഈ ഒരു ഭാഗത്ത് നിന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് എന്തായാലും വരാറുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിക്ക് ഞാൻ പൊതുവേ പറയാറുണ്ട് ജസ്റ്റ് നോക്കി പോയാൽ മതിയെന്ന്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ കുറച്ചും കൂടി ഇൻഡെപ്തിൽ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഞാൻ അങ്ങനെയാണ് ക്ലാസിന്റെ PPT ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബേസിക് പെരിഫറൽസ് അല്ല, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് ഞാൻ ഇന്ന് എടുക്കുന്നതായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളും പ്രിപ്പയർ ആയിട്ട് നോട്ട്സുകൾ എഴുതുക കേട്ടോ. ഞാൻ ഡീറ്റെയിൽ ഒക്കെ പോകുന്നതിന് മുന്നേ സിമ്പിൾ ആയിട്ട് കാര്യം പറഞ്ഞുതരാം. വളരെ സിമ്പിൾ ആയിട്ട് ഏതൊരാൾക്കും മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞുതരാം. ഇതെന്താണ്? ഇത് പരസ്യമല്ല കേട്ടോ. ഇതെന്താണ്? ബോട്ടിലാണ്, റൈറ്റ്? ഇതൊരു ബോട്ടിലാണ്. നിങ്ങളൊരു ടീച്ചറാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ മനസ്സിലൊരു സിനാരിയോ എടുക്കുക കേട്ടോ. നിങ്ങളൊരു അധ്യാപകനാണ്. നിങ്ങൾ നാളെ ഒരു LKG പഠിക്കുന്ന കുട്ടികളുടെ, അല്ലെങ്കിൽ LKG UKG ആ ഒരു പിന്നെ KG ലെവലുള്ള കുട്ടികളുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ നാളെ പോയിട്ട് പറയും, ഇത് വാട്ടർ ബോട്ടിലാണ്. വാട്ടർ ബോട്ടിൽ എന്നുള്ളത് എന്താണ്? നിങ്ങൾക്ക് വെള്ളം നിറയ്ക്കാനുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്ടർ സ്റ്റോർ ചെയ്യാനുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഈ പറയുന്ന ബോട്ടിൽ എന്ന് പറയുന്നത്. KG ലെവൽ കുട്ടികളുടെ ചിന്തക്കനുസരിച്ച് നമ്മൾ ഇതേ പറഞ്ഞു കൊടുക്കും. അതേ സമയത്ത് നിങ്ങളൊരു സെക്കൻഡ് സ്റ്റാൻഡേർഡ്, തേർഡ് സ്റ്റാൻഡേർഡിലാകുന്ന സമയത്ത് നിങ്ങൾ കുട്ടികളോട് എങ്ങനെ പറയാം? ഇത് വാട്ടർ ബോട്ടിലാണ്. വാട്ടർ ബോട്ടിലിൽ തന്നെ പലതരത്തിലുള്ള വാട്ടർ ബോട്ടിൽസ് ഉണ്ട്. അതായത് ഈ ഇതൊക്കെ സ്റ്റീം, ചൂട് നിൽക്കുന്ന വാട്ടർ ബോട്ടിൽ ഉണ്ട്, പ്ലാസ്റ്റിക് വാട്ടർ ബോട്ടിൽ ഉണ്ട്, അതുപോലെ തന്നെ കുറച്ചും കൂടി ഈ ഗ്ലാസ്സിൽ വരുന്ന ബോട്ടിൽസ് ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ബോട്ടിൽസ് ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യാണ്, ഒരു സെക്കൻഡ് ആൻഡ് തേർഡ് സ്റ്റാൻഡേർഡ് കുട്ടികളോട് പറയണം. അതേ സമയത്ത് നിങ്ങൾ ഒരു 8th സ്റ്റാൻഡേർഡിൽ കുട്ടികളെ നിങ്ങൾ പഠിപ്പിക്കുകയാണെന്ന് നിങ്ങൾ പറയും, ഇത് പീജൻ പീജൻ എന്ന ഒരു ബ്രാൻഡിന്റെ വാട്ടർ ബോട്ടിലാണ്. ഇതുപോലെ വേറെയും ഒരുപാട് ബ്രാൻഡുകൾ ഉണ്ട്. ഓരോ ബ്രാൻഡുകൾക്കും അതിൻ്റെതായ മെറിറ്റ്സുകൾ ഉണ്ട്, ഡീമെറിറ്റ്സുകൾ ഉണ്ട്. ഓക്കെ, ഡിഗ്രിക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾ കുട്ടികളോട് പറയും, നമുക്ക് എങ്ങനെ ഒരു വാട്ടർ ബോട്ടിൽ ഉണ്ടാക്കാം, അതിന്റെ മാനുഫാക്ചറിങ് യൂണിറ്റ് നമുക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, അതിന് നമുക്ക് വേണ്ടുന്ന ലീഗൽ പേപ്പേഴ്സ് എന്തൊക്കെയാണ്, ഒരു ബോട്ടിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും വേണ്ടി നമുക്ക് എന്തൊക്കെ പ്രൊസീജിയേഴ്സിലൂടെ കടന്നുകൊണ്ടിരും. അതായത് ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അവര് ചിന്തിക്കുന്ന ലെവലുകൾ ഓരോ സമയത്തും ഡിഫറെൻ്റ് ആണ്. അതായത് വളരെ ചെറിയ കുട്ടികൾ എങ്ങനെയാണോ ഒരു കോൺസെപ്റ്റിനെ ചിന്തിക്കുക, അതേ സമയത്ത് കുറച്ച് വലുതായി കഴിഞ്ഞാൽ നമ്മൾ ആ സെയിം കോൺസെപ്റ്റ് തന്നെ വേറെ ഏത് രീതിയിലാണ് ചിന്തിക്കുക എന്നുള്ളത് ഭയങ്കര ഡിഫറെൻ്റ് ആണ്, റൈറ്റ്? ഇപ്പൊ ഈ ബോട്ടിലിന്റെ കേസ് തന്നെ, ചെറിയ കുട്ടികളാകുമ്പോൾ നമ്മൾ എന്താണ് ബോട്ടിൽ എന്ന് പറഞ്ഞു കൊടുക്കണം. വലിയ ഒരു കുട്ടികളോട് നമ്മൾ ഈ ബോട്ടിലിന്റെ, കാരണം അവർക്ക് ബോട്ടിൽ എന്താണെന്ന് അറിയാം, അതിന്റെ ബ്രാൻഡ്സുകൾ അറിയാം. അപ്പൊ അവർക്ക് എന്താണ്, ഈ ബോട്ടിൽ എങ്ങനെ നമുക്കൊരു ബിസിനസ് ആക്കി മാറ്റാം എന്നതിനെ പറ്റി നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും. അതായത് ലേണേഴ്സിന് ഡിഫറെന്റ് ലെവൽസ് ഓഫ് തിങ്കിങ് ഉണ്ട്. ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. ബ്ലൂംസ് ടാക്സോണമി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബ്ലൂംസ് ടാക്സോണമിയിൽ പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്, അതായത് നമ്മൾ പഠിപ്പിക്കേണ്ടുന്ന രീതി ഓരോ ലെവൽസിലും ഡിഫറെന്റ് ആയിട്ടാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത് എന്നാണ് ബ്ലൂംസ് ടാക്സോണമി പറയുന്നത്. അതായത് ലെവൽസ് ഓഫ് തിങ്കിങ് മനസ്സിലായല്ലോ. ആ ഓരോ ലെവൽസിലും നമ്മൾ എന്ത് ചെയ്യണം, ഡിഫറെന്റ് പ്ലാനിങ് മെത്തേഡുകൾ യൂസ് ചെയ്യേണ്ടി വരും, ഡിഫറെന്റ് ടീച്ചിങ് സ്റ്റൈൽസുകൾ യൂസ് ചെയ്യേണ്ടി വരും, ഡിഫറെന്റ് ഇവാലുവേഷൻസ് നടത്തേണ്ടി വരും. ഇതാണ് ബ്ലൂംസ് ടാക്സോണമി. ക്രിസ്പ് ആൻഡ് ക്ലിയർ ആണ്. ഒരു സംശയത്തിന്റെ ഒരാവശ്യം ഇവിടെ ബ്ലൂംസ് ടാക്സോണമിയിൽ വരുന്നില്ല. ഇനി സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യാം. ഞാൻ ഇത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന അത്രത്തോളം ഞാൻ എന്ത് ചെയ്യാം, കാര്യങ്ങൾ പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ ബ്ലൂംസ് ടാക്സോണമി ഈസ് ക്ലാസിഫിക്കേഷൻ ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ്, അല്ലെ? എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സിന്റെ എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് പറയുമ്പോൾ എന്താണ്?
ഈ പ്ലാൻ, ടീച്ച്, ഇവാലുവേറ്റ് ബേസ്ഡ് ഓൺ ഡിഫറെന്റ് ലെവൽസ് ഓഫ് തിങ്കിങ്. പല ഡിഫറെന്റ് ലെവൽസ് ഓഫ് തിങ്കിങ്ങിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ് നമ്മൾ എന്താ പറയാ, ഈ അതിന് ആ ഒരു സംഭവം പ്രൊപ്പൗണ്ട് ചെയ്തതാണ് ഈ പറയുന്ന ബ്ലൂംസ് ടാക്സോണമി എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഷോസ് ഹൗ എ സ്റ്റുഡൻസ് തിങ്കിങ് ഡെവലപ്പ് ഫ്രം ബേസിക്സ് ടു അഡ്വാൻസ്ഡ് ലെവൽ അല്ലെ. അതായത് ഒരു കുട്ടിയുടെ ബേസിക് ടു അഡ്വാൻസ്ഡ് ലെവലിലേക്ക് പോകുന്ന ആ ഒരു സ്റ്റെപ്പുകളെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ് ഈ പറയുന്ന ബ്ലൂംസ് ടാക്സോണമിയിലുള്ളത്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയട്ടെ, നെക്സ്റ്റ് സ്ലൈഡിൽ ഓരോ സ്റ്റെപ്സുകളെ പറ്റി നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, ഇത് പ്രൊപ്പൗണ്ട് ചെയ്തത് ആരാണ്? ബെഞ്ചമിൻ ബ്ലൂം എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ് ആണ്. എഴുതി വെക്കുക കേട്ടോ ഈ എല്ലാ പോയിന്റ്സും. ഇവിടെ ബോൾഡ് ചെയ്തെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ എഴുതണേ. ഓക്കെ, ഞാൻ അതുകൊണ്ട് ബോൾഡ് ചെയ്ത് വെച്ചത് കേട്ടോ. ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും ഈ പോയിന്റ്സുകൾ എഴുതിയിരിക്കണം. ഓക്കെ, ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലായില്ല, എന്താണ് ബ്ലൂംസ് ടാക്സോണമി, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായി. ഇത്ര മതി കേട്ടോ. ഇതിന്റെ ഇൻഡെപ്ത് നിങ്ങൾ ഇതിന്റെ തിയറട്ടിക്കൽ പെർസ്പെക്റ്റീവ് റിസർച്ചിൽ നിന്ന് പോകേണ്ട ആവശ്യമില്ല. പക്ഷെ ഇത്രത്തോളമെങ്കിലും കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കുക. ഞാൻ എന്തുകൊണ്ടാണ് എപ്പോഴും ഈ ബേസിക് കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കാൻ പറയുന്ന അറിയോ? ഞാൻ ഇപ്പം പറയാണ്, ബ്ലൂംസ് ടാക്സോണമിന്റെ ഒരു ക്വസ്റ്റ്യൻ വന്നു, എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, പക്ഷേ അതിനുള്ള ഓപ്ഷൻസ് 4 ഓപ്ഷൻസ് ഉണ്ടാവുമല്ലോ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളെ പഠിച്ച കോൺസെപ്റ്റ് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും, ഈ ഓപ്ഷൻ ബ്ലൂംസ് ടാക്സോണമിയായിട്ട് കണക്റ്റഡ് ആണോ? ഉത്തരം അറിയണമെന്നില്ല, അതായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ? അപ്പൊ ചില ചില ഓപ്ഷൻസ് തീരെ ബന്ധം ഉണ്ടാവില്ല. അതപ്പം എന്ത് ചെയ്യാം, നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിൽ ഏതോ ഒന്നാണ് നമ്മുടെ ആൻസർ എന്നുള്ളത്. ഇതാണ് ഇതിന്റെ ഒരു ഷോർട്ട് ട്രിക്ക് കേട്ടോ. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് കോൺസെപ്റ്റ് ക്ലാരിറ്റി നല്ലോണം ഉണ്ടാവണം. ഓക്കെ, ജസ്റ്റ് അതായത് കോൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടാവണം, അതിന്റെ കൂടെ ഈ പോയിന്റ്സും കൂടി അറിയുന്നുണ്ടെങ്കിൽ നോ വെറീസ് അറ്റ് ദി പോയിന്റ് ഓഫ് എക്സാം. നിങ്ങൾക്ക് എക്സാം വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. വേറൊരു കൺഫ്യൂഷന്റെ ആവശ്യം അവിടെ വരുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിന്റെ അടുത്ത സ്ലൈഡിലോട്ട് പോവാം. 1 സെക്കൻഡ്. യാ, സോ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡൊമൈൻസ് ഓഫ് ലേണിംഗ് എന്നുള്ളതാണ്. ഓക്കെ, ഈ ബ്ലൂംസ് ടാക്സോണമി തന്നെ പല പല ഡൊമൈൻസുകൾ ഉണ്ട്. ഡൊമൈൻസ് എന്ന് പറയുമ്പോൾ ഈ ലേണിംഗിൽ തന്നെ പല തരത്തിലുള്ള ലേണിംഗ് ഉണ്ടല്ലേ. അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ആൻഡ് വൺ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്, നമ്മൾ ഇതിന്റെ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാൻ കേട്ടോ. അപ്പോൾ കോഗ്നിറ്റീവ് ഡൊമൈനിൽ തന്നെ ഞാൻ പറഞ്ഞ ഓരോ ഈ ബേസ് മുതൽ അഡ്വാൻസ് വരെ എങ്ങനെയാ പോകുന്നത്, അതുപോലെ എഫക്റ്റീവിൽ തന്നെ എങ്ങനെയാണോ. അപ്പോൾ ക്ലാസ് നിങ്ങൾ പകുതിക്ക് പോകരുത്, അത് കംപ്ലീറ്റ് ആക്കണം. ഓക്കെ ഓക്കെ യാ, അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം. ഡൊമൈൻസ് ഓഫ് ലേണിംഗിൽ ഒന്ന് നമുക്ക് എന്താണ് കൊഗ്നിറ്റീവ് ഡൊമൈൻ ഉണ്ട്. കൊഗ്നിറ്റീവ് ഡൊമൈനിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെന്റൽ സ്കിൽസും അതുപോലെ ഇന്റലക്ച്വൽ എബിലിറ്റീസ് ഉണ്ട്. ഇന്റലക്ച്വൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വിഷയത്തെ പറ്റി ചിന്തിക്കുക എന്നുള്ളതൊക്കെ അതിലൊരു മീനിങ് വരും. അതുപോലെ നമ്മുടെ മെന്റൽ സ്കിൽസിന് ഈ ഒരു ഡൊമൈനിൽ തന്നെ നമുക്ക് എന്തുണ്ട്, ബേസ് ടു അഡ്വാൻസ്ഡ് ഉണ്ട്. നമ്മൾ അതിന്റെ ഓരോ സ്റ്റെപ്സും നമ്മൾ ഡിസ്കസ് ചെയ്യും കേട്ടോ, നോ വറീസ്. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ എന്താണ് എഫക്റ്റീവ് ഡൊമൈൻ. എഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറയുമ്പോൾ ഈ നമ്മുടെ ഫീലിങ്സ് ഉണ്ടല്ലോ, ഫീലിങ്സ്, ഇമോഷൻസ്, ആറ്റിറ്റ്യൂഡ്, ഇൻട്രസ്റ്റ്, വാല്യൂസ്, ഇതിനും ഇതേപോലെ എന്തുണ്ട്, ബേസ് മുതൽ അഡ്വാൻസ് വരെ. അതായത് ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഇപ്പം ഉദാഹരണത്തിന് ഇപ്പൊ നമ്മളെ പാരന്റ്സ് നമുക്ക് പെട്ടെന്ന് നമ്മൾ ചെറിയ കുട്ടികളൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ലേ. അതായത് അവർ ഫസ്റ്റ് ദിവസം സ്കൂളിൽ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ KGയിൽ പോകുന്ന സമയത്ത് പേരൻസ് കൂടുതൽ ഈ കുട്ടികൾക്ക് അറിയും, അംഗൻവാടിയിലേക്ക് പോയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് അറിയും. അതേ കുട്ടികൾ തന്നെ ഒരു +2 ഒക്കെ എത്തിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും, പേരൻസ് വേണ്ട, എനിക്ക് പുറത്തു പോയിട്ട് എൻജോയ് ചെയ്യണം എന്നുള്ള ലെവലിലേക്ക് അവരുടെ മൈൻഡ് ഒക്കെ മാറുകയാണ്. അപ്പൊ അവിടെ എന്താണ്, എന്തൊക്കെയോ ഒരു സ്റ്റെപ്സ് അവിടെ നടക്കുന്നുണ്ടല്ലോ, ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് അവിടെ നടക്കുന്നുണ്ട്. ആ കുട്ടികളുടെ ചിന്ത അങ്ങനെ ബേസ് മുതൽ അങ്ങനെ എത്താനും വേണ്ടി ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു ഭാഗത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ എന്താണ് സൈക്കോ മോട്ടോർ ഡൊമൈൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫിസിക്കൽ സ്കിൽസ് ഉണ്ടല്ലോ, മോട്ടോർ ആക്ടിവിറ്റീസ്, ഫിസിക്കൽ സ്കിൽസ്, അതൊക്കെ ഇപ്പം ഫിസിക്കൽ സ്കിൽസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ മോട്ടോർ ആക്ടിവിറ്റീസ് ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഡ്രൈവിംഗ് ഒക്കെ നമ്മൾ ചെറുപ്പത്തിൽ സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്നു, അതിനുശേഷം നമ്മൾ ബൈക്ക് ഓടിക്കുന്നു, അതിനുശേഷം കാർ ഓടിക്കുന്നു. ഓക്കെ, അതുപോലെ നമുക്ക് ഒരുപാട് പിന്നെ ഈ പറയുന്ന ഫിസിക്കൽ സ്കിൽസ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനും എന്തുണ്ട്, ഈ പറയുന്ന ബേസ് ടു അഡ്വാൻസ്ഡ് ഉണ്ട്. ക്ലിയർ? ഒരു സംശയമില്ല ഇതില്. നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ ഓരോ സ്റ്റെപ്സും നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പൊ എന്താണ് ഫസ്റ്റ് എന്താണ് കൊഗ്നിറ്റീവ് ഡൊമൈൻ. ഓക്കെ, അതിൽ നമ്മൾക്ക് പ്രധാനപ്പെട്ട വരുന്ന കുറച്ച് സ്റ്റെപ്സുകളാണ് ഇത് ഞാൻ ഇങ്ങനെ കൊടുക്കുക. എനിക്ക് പൊതുവെ PPTയിൽ ഒരുപാട് നോട്ട്സുകൾ തരുന്ന ഇഷ്ടമല്ല. പൊതുവെ എനിക്കത് ഞാൻ ഒരു ആസ് എ ഫാക്കൽറ്റി ഞാൻ ഒരിക്കലും അത്, നിങ്ങളൊരു അധ്യാപകനായാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ട്, ഞാൻ വലിയ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് അധ്യാപകനല്ല, ബട്ട് ഈവൻ ദോ
ക്രിസ്പ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ഏറ്റവും നമ്മൾ കൊടുക്കേണ്ടത്. ബാക്കി കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ എന്തല്ല തീരെ അറിയാത്ത ആളുകളല്ല. നമ്മൾ ഇപ്പം ഒരു കോൺസെപ്റ്റ് തീരെ അറിയാത്ത ആളുകൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, പി പി ടിയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വാരി വലിച്ച് എഴുതേണ്ടി വരും. പക്ഷെ പോയിന്റ്സുകൾ കൊടുത്തിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യലാണ് ഒരു ടീച്ചറുടെ ജോലി. അല്ലാതെ പി പി ടി മൊത്തം കൊടുത്തു കഴിഞ്ഞാൽ ആ ടീച്ചറുടെ ആവശ്യം അവിടെ വരുന്നില്ല. സ്റ്റുഡൻസിന്റെ തിങ്കിങ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ പോയിന്റും ഞാൻ ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഈ പി പി ടിയുടെ ഫുൾ ഫോം ഉണ്ട്, നിങ്ങൾ ടീച്ചേഴ്സ് ആയിട്ടോ ഞാൻ ഇതിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത പി പി ടിയുടെ ഫുൾ ഫോം എന്താണ്? പവർ പോയിന്റ് ആണ്. അതിന്റെ അർത്ഥം തന്നെ എന്താണ്? പവർഫുൾ ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമേ പി പി ടി ആഡ് ചെയ്യാൻ പാടുള്ളൂ. അണ്ടർസ്റ്റുഡ്? യാ. ഇനി ഐ സ്റ്റാർട്ടിംഗ് ദ സെഷൻ. യാ. അപ്പം കൊഗ്നിറ്റീവ് ഡൊമൈനിൽ എന്താണ് ഫസ്റ്റ്? എന്താണ്? റിമെമ്പറിങ്, റീകോൾ ഫാക്ട് ആണ്. ഇത് നമുക്ക് എങ്ങനെ പഠിക്കണം എന്നറിയോ? ആദ്യം എക്സാമ്പിൾ വായിക്കുക, അതിനുശേഷം ഡിഫിനിഷൻ നോക്കുക കേട്ടോ. ടീച്ചർ ആസ്ക് സ്റ്റുഡന്റ് ടു ഡിഫൈൻ ഹ്യൂമൻ മെമ്മറി. കുട്ടികളോട് എന്ത് പറയാണ്? നിങ്ങൾ ഹ്യൂമൻ മെമ്മറി എന്നുള്ള ഒരു തിയറി അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യൂ, ഡിഫൈൻ ചെയ്യൂ. അതാണ് റിമെമ്പറിങ്. റീകോൾ ചെയ്യല. കുട്ടി അപ്പാടൻ എന്ത് ചെയ്യും, ബുക്കൊക്കെ എടുക്കില്ല, കുട്ടി ചിന്തിക്കും, ഓക്കെ ഹ്യൂമൻ മെമ്മറി എന്തായിരുന്നു? ഓക്കെ, ഹ്യൂമൻ മെമ്മറി എന്ന് പറയുമ്പം പിന്നെ മനുഷ്യന്റെ നമ്മളൊരു ഒരു ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്തിട്ട് അത് വേണ്ടുന്ന സമയത്ത് ഉപയോഗിക്കാനുള്ള ഒരു പ്രോസസ്സാണ്. ഓക്കെ, ഹ്യൂമൻ മെമ്മറി കിട്ടി. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ എന്താണ്? അണ്ടർസ്റ്റാൻഡിങ് ആണ്. അതായത് സ്റ്റുഡൻസ് ആർ ആസ്ക്ഡ് ടു എക്സ്പ്ലെയിൻ ഷോർട്ട് ടേം മെമ്മറി ഇൻ ദെയർ ഓൺ വേർഡ്സ്. ആദ്യം എന്ത് പറഞ്ഞു? ഹ്യൂമൻ മെമ്മറി എന്താന്ന് റീകോൾ ചെയ്യാൻ പറഞ്ഞു. രണ്ടാമത് എന്താ പറയുന്നത്? നിങ്ങൾ എന്ത് ചെയ്യണം? ഹ്യൂമൻ മെമ്മറി ഡിഫൈൻ ചെയ്യണം, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യണം നിങ്ങളുടേതായ വാക്കുകളിൽ. അതാണ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. അതായത് എക്സ്പ്ലെയിൻ ഐഡിയാസ്. ഫസ്റ്റ് റീകോൾ ഫാക്ട് ആണ്, സെക്കൻഡ് എക്സ്പ്ലെയിൻ ഐഡിയാസ് ആണ്. സെറ്റ് അല്ലേ? ഓക്കെ. പിന്നെന്താണ്? അപ്ലൈൻ. അപ്ലൈൻ എന്ന് പറയുമ്പോൾ എന്താണ്? ടീച്ചർ ഗിവ്സ് എ റിയൽ ലൈഫ് സിറ്റുവേഷൻ and ask students to identify the type of memory used, such as remembering a phone number briefly. മെമ്മറിയിൽ തന്നെ എന്തുണ്ട്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെമ്മറി ഉണ്ട്. ആ സംശയമുള്ള ആളുകൾ എൻ്റെ ഒരു ക്ലാസ് ഉണ്ട് ഹ്യൂമൻ മെമ്മറിയുടേത്, അത് കേൾക്കണേ. അത് കേട്ടിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ എക്സാമ്പിൾ പെട്ടെന്ന് മനസ്സിലാവും. അതും നെറ്റിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ഹ്യൂമൻ മെമ്മറി തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹ്യൂമൻ മെമ്മറി ഉണ്ട്. അപ്പോൾ ടീച്ചർ എന്ത് ചെയ്യും? അതിലൊരു ടൈപ്പ്, അതിൻ്റെ ഒരു സിറ്റുവേഷൻ ഇട്ട് കൊടുക്കും. കുട്ടികളോട് പറയും ഈ ഒരു ടൈപ്പ് ഓഫ് മെമ്മറി ഏത് ടൈപ്പ് ഓഫ് മെമ്മറി ആണെന്ന് ചോദിക്കും. ഒരു സിനാരി കൊടുത്തിട്ട്, ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇപ്പോൾ ഫോൺ നമ്പർ നമുക്ക് റിമെമ്പർ ചെയ്യാൻ പറ്റുന്നത് ഏത് ടൈപ്സ് ഓഫ് മെമ്മറിന്റെ കീഴിൽ വരുന്നതാണെന്ന് നോക്കും. അതാണ് തേർഡ് പോയിന്റ്, അപ്ലൈ. അതായത് യൂസ് നോളജ്. നമ്മളിവിടെ ഈ നോളജ് എന്ത് ചെയ്യാണ്? അപ്ലൈ ചെയ്യാണ്. ഒരു റിയൽ ലൈഫ് സിനാരിയോയിലേക്ക്, ഒരു റിയൽ ലൈഫ് പ്രോബ്ലത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? അവിടെ അപ്ലൈ ചെയ്യാണ്. നെക്സ്റ്റ് വൺ എന്താണ്? അനലൈസിങ് ആണ്. അനലൈസിങ് എന്ന് പറയുമ്പോൾ എന്താണ്? സ്റ്റുഡൻസ് ആർ ആസ്ക്ഡ് ടു കമ്പയർ ഷോർട്ട് ടേം മെമ്മറി ആൻഡ് ലോങ് ടേം മെമ്മറി. കുട്ടികളോട് എന്ത് ചെയ്യാണ്? രണ്ട് തരത്തിൽ മെമ്മറീസ് ഉണ്ട്, ഷോർട്ട് ടേം ഉണ്ട്, ലോങ് ടേം ഉണ്ട്. അതിനെ അനലൈസ് ചെയ്യാനും വേണ്ടി, അതിനെ കമ്പയർ ചെയ്യാനും, അതാണ് ഈ പറയുന്ന അനലൈസിങ് എന്ന് പറയുന്നത്. ബ്രേക്ക് ഇൻ ടു പാർട്സ്. നമ്മുടെ വലിയൊരു ഹ്യൂമൻ മെമ്മറി എന്നുള്ളൊരു കോൺസെപ്റ്റിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിന് ഓരോന്നിനെ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പറയാണ്? എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറയാണ്. ഇതിന് നമ്മൾ എന്ത് പറയാ? അനലൈസിങ് എന്ന് പറയാം. ഓക്കെ. പിന്നെന്താണ്? ഇവാലുവേറ്റിംഗ്. ഓക്കെ. പിന്നെ ടീച്ചർ ആസ്ക് സ്റ്റുഡൻസ് വിച്ച് ടൈപ്പ് ഓഫ് മെമ്മറി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ഫോർ ലേണിംഗ് ആൻഡ് വൈ. നിങ്ങൾ എന്ത് ചെയ്യും? അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറയും. ഓക്കെ, നിങ്ങൾ പറയാണ്, അതായത് ഇപ്പം ലേണിങ്ങിന് വേണ്ടിയിട്ട് ഇന്ന ടൈപ്പ് ഓഫ് മെമ്മറി ആണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് എന്ന് പറയാണ്. എന്നിട്ട് ടീച്ചർ ചോദിക്കും എന്തുകൊണ്ട്, എങ്ങനെ, വൈ. അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി പറയും. അപ്പൊ അവിടെ നമുക്ക് സബ്ജക്ട് നോളജിന് പുറമെ നമുക്കതിങ്ങനെ രണ്ടും കണക്ട് ചെയ്യാനുള്ള ഒരു ചിന്ത പോയാൽ മാത്രമാണ് നമുക്ക് അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും, അതിനെ വാദിച്ചെടുക്കാൻ പറ്റും. എം ഐ റൈറ്റ്? അതുകൊണ്ടാണ് അത് ഇവാലുവേറ്റിംഗ് എന്നുള്ളൊരു പോയിന്റിൽ വരുന്നത്. പിന്നെന്താണ്? ക്രിയേറ്റിംഗ്. ഓക്കെ. ക്രിയേറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു പുതിയൊരു സംഭവം കണ്ടുപിടിക്കുക. അപ്പൊ ഹ്യൂമൻ മെമ്മറി തന്നെ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ സിനാരിയോയില്, അതായത് നമ്മളെല്ലാവരും, ഞാനും ഈ ക്ലാസ് കേൾക്കുന്ന ആളുകളും ഇന്നത്തെ കുട്ടികളും ഈ ഷോർട്ട് റീലുകൾ കണ്ട് 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 നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, കുട്ടികൾക്ക് ഇപ്പം 2 മണിക്കൂർ സിനിമ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. പണ്ടൊക്കെ നമ്മളൊക്കെ, എനിക്കിപ്പോ ഒരു പ്രശ്നം, കാരണം ഞാൻ പൊതുവെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ കുറഞ്ഞ രീതിയിൽ ഇൻവോൾവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പൊതുവെ ഒരു സോഷ്യൽ മീഡിയ പേഴ്സൺ അല്ല. പക്ഷേ ഇന്നത്തെ കുട്ടികൾ സോഷ്യൽ മീഡിയ അഡിക്റ്റ് ആയതിനു ശേഷം അവർക്ക് അറ്റൻഷൻ ഫാറ്റിഗ് ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു അധ്യാപകനായതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ക്ലാസ്സിൽ, ഞാൻ കോളേജിൽ പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടികൾ പെട്ടെന്ന് മടുക്കും. ഞാൻ എത്ര ഇൻട്രസ്റ്റ് ആക്കാൻ ശ്രമിച്ചിട്ടും കുട്ടികൾ മടുക്കുകയാണ്. അപ്പൊ ഞാനിതിന്റെ പിന്നിൽ ഒരുപാട് റിസർച്ച് നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി കുട്ടികൾക്ക് എന്തുണ്ട്,
ഈ ഈ ഒരു അറ്റൻഷൻ സ്പാൻ കുറഞ്ഞു വരുന്നുണ്ട്. അവർക്ക് ഒരു കുറച്ച് സമയത്തിനുപരി എന്തിനപ്പുറം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അറ്റൻഷൻ കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ എന്താണ് ക്രിയേറ്റീവ് എന്നുള്ള ഭാഗത്ത് നമ്മൾ കുട്ടികളോട് പറയാണ്, ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ നിങ്ങൾക്ക് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ പുതിയ മെത്തേഡ്സുകൾ ചെയ്യാൻ പറ്റും. സ്ക്രീൻ ടൈം കുറക്കേണ്ടി വരുമോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുക്സുകളൊക്കെ വായിച്ചിട്ട് നമ്മുടെ മെന്റൽ ഫാറ്റിഗിനെ നമ്മൾ ഇൻക്രീസ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യും. ഇതാണ് കോഗ്നിറ്റീവ് ഡൊമൈൻ. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ കോൺസെപ്റ്റ്. റിമെമ്പറിങ് മുതൽ ഞാൻ ഈ എക്സാമ്പിൾ ഇതിനെ കൂടെ വെക്കാൻ കാരണം എന്താ അറിയോ, നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തോട്ടെ എന്ന് കരുതിയിട്ടാണ്. അതായത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അവിടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. ഇപ്പൊ ഞാനൊന്ന് ഇറേസ് ചെയ്യാം കേട്ടോ. സ്ക്രീൻഷോട്ട് എടുക്കാത്തവരുണ്ടെങ്കിൽ എടുത്തോളൂ. ഞാൻ PDF ഒക്കെ ഞാൻ ഷെയർ ചെയ്യട്ടോ, വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് ആ രീതിയിൽ എന്ത് ചെയ്താൽ മതി, പഠിച്ചാൽ മതി. ഇതാണ് കൊഗ്നിറ്റീവ് ഡൊമൈനിൽ നിങ്ങൾ പഠിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്നുള്ളത്. ക്ലിയർ? നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് അതായത് എഫക്റ്റീവ് ഡൊമൈൻ എന്നുള്ളൊരു ഭാഗത്തേക്ക് പോകാം. ഇതെന്താണ്, ഫീലിങ്സും ഇമോഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ ഒരു ഗ്രോത്ത് ബേസ് മുതൽ അഡ്വാൻസ് വരെ എങ്ങനെയാ പോകും നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പൊ ഇവിടെ എന്താണ് റിസീവിങ്, ഫസ്റ്റ് വരുന്നതാണ് റിസീവിങ്. റിസീവിങ് എന്ന് പറയാണ്, അതായത് ഉദാഹരണത്തിന് ഒരു അധ്യാപകൻ ക്ലാസ്സിൽ ഒരു വിഷയം ഇടുകയാണ്. നിങ്ങൾ ജീവിതത്തിൽ ഹോണസ്റ്റ് ആയിട്ട് പെരുമാറിയ ഒരു സിറ്റുവേഷൻ എല്ലാവരും ഷെയർ ചെയ്യണമെന്ന് പറയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചില സാഹചര്യം നമ്മൾ ഭയങ്കര ഹോണസ്റ്റ് ആയിട്ട് പെരുമാറും, സത്യസന്ധമായിട്ട് നമ്മൾ പെരുമാറുന്നു. അപ്പോൾ ഓരോ കുട്ടികൾ വന്നിട്ട് അവർ എക്സ്പീരിയൻസ് പറയും. അപ്പൊ നമ്മൾ എന്താണ്, ഞാൻ ഈ നമ്മളെ ഒരു അധ്യാപകനാണ്, നമ്മുടെ ക്ലാസ്സിലെ കുട്ടികൾ എന്ത് ചെയ്യും, എല്ലാ കുട്ടികളും അവരവരുടെ ഫ്രണ്ട്സിന്റെ ഹോണസ്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് അവരിങ്ങനെ ലിസൺ ചെയ്യും. അതാണ് ഫസ്റ്റ് പോയിന്റ്. റിസീവ് ചെയ്യും, ഇമോഷൻസിനെയും ഫീലിങ്സിനെയും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അനുഭവങ്ങളെയും നമ്മൾ എന്ത് ചെയ്യാണ്, റിസീവ് ചെയ്യാണ്, കിട്ടുകയാണ്. ഇങ്ങോട്ട് റിസീവിങ് കോൾ എന്നൊക്കെ പറയുന്നില്ല, നമ്മൾ ലിസൺ ചെയ്യാണ്. അതിനുശേഷം എന്താണ് റെസ്പോണ്ടിങ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഹോണസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷനും ഡിസ്ഹോണസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷനെ പറ്റി ഞാൻ കൂടുതൽ ചിന്തിക്കുകയാണ്. ഏതൊക്കെ ഭാഗത്ത് ഞാൻ ഹോണസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു, ഏതൊക്കെ ഭാഗത്ത് ഡിസ്ഹോണസ്റ്റ് ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ ചിന്തിക്കുകയാണ്. വാല്യൂ എന്ന് പറയുമ്പോൾ എന്താണ്, ഞാൻ അവരുടെ അനുഭവങ്ങൾ കേട്ട സമയത്ത് എനിക്ക് മനസ്സിലായി നമ്മൾ എന്ത് ചെയ്യണം, ഹോണസ്റ്റ് ആവേണ്ടതുണ്ട്. അതായത് നമ്മുടെ ഇമോഷൻസ്, എൻ്റെ ഇമോഷൻ, ഞാൻ അതുവരെ ഇപ്പൊ ഞാനൊരു വിദ്യാർത്ഥിയാണെന്ന് വെച്ചിരിക്കും, നിങ്ങൾ അധ്യാപകനും, നിങ്ങളെ ക്ലാസ്സിലായിരിക്കും ഞാൻ വിദ്യാർത്ഥിയായിട്ട്. അപ്പൊ ഞാനിങ്ങനെ ഈ എൻ്റെ സഹപാഠികളുടെ ഹോണസ്റ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസും അനുഭവങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് ഞാൻ ചിന്തിക്കണം, അപ്പം ഞാൻ കുറെ സ്ഥലത്ത് ഡിസ്ഹോണസ്റ്റ് ആവുന്നുണ്ട്, ഞാൻ മാറേണ്ടതുണ്ട്, ഞാൻ അതിനൊരു ഇൻട്രസ്റ്റ് കാണിക്കുകയാണ്. അപ്പൊ അവിടെ എന്ത് ചെയ്യാണ്, സ്വാഭാവികമായിട്ടും എൻ്റെ ഹോണസ്റ്റി ലെവൽ മാറുകയാണ്. ഇങ്ങനെയൊക്കെയാണ് കേട്ടോ, ഇങ്ങനെയൊക്കെയാണ് കുട്ടികൾ പഠിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ പിന്നിൽ ഇതുപോലുള്ള ഒരുപാട് സൈക്കോളജി വർക്ക് ചെയ്യുന്നുണ്ട്. ഫൈൻ. പിന്നെന്താണ് ഓർഗനൈസിങ്. ഓർഗനൈസിങ് എന്ന് പറയുമ്പോൾ എൻ്റെ വാല്യൂസിനെ ഞാൻ എന്ത് ചെയ്യാണ്, പ്രയോറിറ്റൈസ് ചെയ്യാണ്. അപ്പം എനിക്ക് മനസ്സിലായി ബാക്കിയുള്ള ഇമോഷൻസ് ഒക്കെ മാറ്റി വെച്ചിട്ട് ഹോണസ്റ്റിക്ക് വില കൊടുക്കണം. അതുപോലെ തന്നെ നല്ല രീതിയിൽ പെരുമാറുന്ന നല്ല ഗുഡ് ആറ്റിറ്റ്യൂഡിനെ ഞാൻ പ്രയോറിറ്റൈസ് ചെയ്യണം. ടീച്ചേഴ്സിനോട് വഴക്ക് പറയുന്നത് അല്ലെങ്കിൽ അവരോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതിനെ കുറയ്ക്കേണ്ടതുണ്ട്, അത് മോശമാണ്. അതുപോലെ പേരൻസിനോട് സത്യം മാത്രമേ പറയാവൂ, പേരൻസിനോട് സ്നേഹം കാണിക്കണം. ഓക്കെ, അതുപോലെ എൻ്റെ ഫ്രണ്ട്സിന് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ചെയ്തു കൊടുക്കണം. ഞാൻ എന്ത് ചെയ്യണം, അവിടെ ഓർഗനൈസ് ചെയ്യും എൻ്റെ ഇമോഷൻസിനെ. വേണ്ടാത്ത ഇമോഷൻസിനെ താഴത്തേക്ക് കൊണ്ടുവരും. കാരണം ഒരു പ്രായത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയില്ല, കുട്ടികൾക്ക് എല്ലാവർക്കും ഒരു റിബൽ സ്വഭാവം ഉണ്ടാവും. അത് ക്വൈറ്റ് നോർമലാണ്, അതൊരു പ്രശ്നമല്ല. അത് ഓരോ പ്രായത്തിലുണ്ടാകുന്ന ഒരു ആ കുട്ടികളുടെ ചിന്താഗതിയുടെ ഓരോ ആസ്പെക്ട്സ് ആണ്. അപ്പം ആ കുട്ടി പക്ഷെ ഒരു സമയമാകുമ്പോൾ ആ കുട്ടീനെ എന്ത് ചെയ്യും, ആ ചിന്തകളെ ഓർഡർ ചെയ്യാൻ തുടങ്ങും. അതായത് ഇതൊക്കെ കുറച്ചിട്ട് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂട്ടേണ്ടതുണ്ട് എന്നുള്ളത്. അതാണ് ഈ ഓർഗനൈസിങ്. പിന്നെ എന്താണ് ക്യാരക്ടറൈസേഷൻ എന്ന് പറയുമ്പോൾ, അതായത് പ്രയോറിറ്റിയിൽ ഓർഗനൈസ് ചെയ്തതിന് മുൻപതിൽ കൊണ്ടുവന്ന കാര്യങ്ങൾ നമ്മളെ ക്യാരക്ടറായിട്ട് മാറും. ആളുകളോട് ചിരിക്കാൻ തുടങ്ങും, കളവ് ചെയ്യാതിരിക്കുക, അല്ലെ? അതുപോലെ നല്ല മാനറോട് എല്ലാവരോടും സംസാരിക്കാം, ഒരാളെ കണ്ടാൽ എങ്ങനെ സംസാരിക്കണം എന്നുള്ളതിനെ കൃത്യമായിട്ട് അത് പഠിക്കാം. അത് നമ്മുടെ ക്യാരക്ടറായിട്ട് മാറും. അതാണ് ക്യാരക്ടറൈസേഷൻ. ഇങ്ങനെയാണ് ഒരു ഇമോഷൻ അതിന്റെ ബേസ് മുതൽ അതിന്റെ അഡ്വാൻസ് വരെ എന്ത് ചെയ്യുന്നത്, അലൈൻ ചെയ്തു പോകുന്നത്. ക്ലിയർ? ഭയങ്കര രസമുണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇങ്ങനെയുള്ള കോൺസെപ്റ്റ് പഠിക്കാൻ ഭയങ്കര രസം തന്നെയാണല്ലോ നമുക്ക്. കാരണം നാളെ നിങ്ങളും ഒരു അധ്യാപകനായി, ഞാനും ഒരു അധ്യാപകനായി കുട്ടികളുടെ മുമ്പിൽ പോകുന്ന സമയത്ത് നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നുണ്ടെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റും. നമുക്ക് എങ്ങനെ
കുട്ടികളെ ഡീൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ. ശരിക്കും പറഞ്ഞാൽ ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു നാടകമാണ്, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതൊരു നാടക വേദിയാണ്. അവിടെ നമ്മൾ പല പല റോളുകളും നമ്മൾ ഒരു ഒരു വൺ മാൻ ഷോ ആയിരിക്കും ക്ലാസ്സിൽ. നമ്മളവിടെ ചിലപ്പം ഈ അന്യനിലെ ഞാൻ ഫസ്റ്റ് വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ആദ്യം ജോലി കിട്ടി. എനിക്ക് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് നാട്ടിൽ തന്നെ ഒരു കോളേജിലായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ എൻ്റെ പ്രിൻസിപ്പാൾ ഉണ്ടായിരുന്നു, ശങ്കർ സാർ. തമിഴ്നാട്ടിലാണ്, തമിഴനാണ്. അപ്പം പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, പിന്നെ രാഹിൽ, പിന്നെ ഞാൻ എപ്പം സാറോട് ചോദിക്കും, സാറേ എങ്ങനെ, കാരണം അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ആളുകൾ അവരുടെ അനുഭവങ്ങൾ പറയുമ്പോൾ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാമല്ലോ. സാർ എന്നോട് പറയും, രാഹിൽ, നീ ഒരു നടനാവണം ക്ലാസ്സിൽ. നടനാവണം എന്ന് പറയുമ്പം നീ കുട്ടികളോട് സ്നേഹത്തിൽ പെരുമാറണം. ചില സമയത്ത് നീ വില്ലനാവണം, നീ ദേഷ്യം പിടിക്കേണ്ടി വരും. ഒരിക്കലും ഒരു ക്യാരക്ടർ എടുക്കാൻ പാടില്ല. അതായത് എപ്പോഴും വില്ലനാവാനും പാടില്ല, എപ്പോഴും നല്ല ഒരു നടനാവാനും പാടില്ല. രണ്ടും ബാലൻസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം, നീ നിന്റെ ക്യാരക്ടറിൽ ഒരു കൺഫ്യൂഷൻ കുട്ടികൾക്ക് ഉണ്ടാക്കിയെടുക്കണം. അത് തന്നെയാണ് നിന്റെ വിജയം എന്ന് പറഞ്ഞത്. എനിക്കത് ഭയങ്കര, അത് വലിയൊരു പവർഫുൾ ഇൻസൈറ്റ് ആയിരുന്നു. ആദ്യത്തെ എക്സ്പീരിയൻസ് എന്ന രീതിയിൽ ഞാൻ പിന്നെ എനിക്ക് കിട്ടേണ്ട ഒരു വലിയൊരു ഇൻഫോർമേഷൻ ആയിരുന്നു അത്. ആ ഒരു സെയിം സെറ്റപ്പ് തന്നെയാണ് ഈ പറയുന്ന എഫക്റ്റീവ് ഡൊമൈനിൽ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, യാ, ഐ എം ഗോയിങ് ടു ദി നെക്സ്റ്റ് കോൺസെപ്റ്റ്. ഞാൻ കഥ പറഞ്ഞിട്ട് നിർത്തില്ല. യാ, നെക്സ്റ്റ് ആണ് സൈക്കോമോട്ടർ ഡൊമൈൻ. ഫൈൻ. നെക്സ്റ്റ് എന്താണ്? സൈക്കോമോട്ടർ ഡൊമൈൻ ആണ്. ഇവിടെ എന്താ പറയുന്നത്, അതായത് പിന്നെ ഇവിടെ ഈ നമ്മുടെ സ്കിൽസും ആക്ഷൻസും ഡെവലപ്പ് ചെയ്യുന്നതിലുള്ള കുറച്ച് സ്റ്റെപ്സുകളാണ്. ആദ്യം എന്താണ്? ഇമിറ്റേഷൻ ആണ്. നമ്മളിപ്പം ഇതിന് നമ്മുടെ നല്ല എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡ്രൈവിംഗ് ആട്ടോ. ഡ്രൈവിംഗ് നമ്മൾ ആദ്യം എന്താണ്? ഇമിറ്റേറ്റ് ചെയ്യും, അല്ലെ? അതായത് ഒരു ആക്ഷൻ കോപ്പി ചെയ്യും. അതായത് അവർ ഓടിക്കുന്ന രീതികൾ ഞാൻ എന്ത് ചെയ്യും? ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങും. അവര് സ്റ്റിയറിംഗ് എടുത്ത് ഗിയർ മാറ്റുന്ന ആ രീതിയിൽ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പെരിഫറൽസ് ഞാൻ എന്ത് ചെയ്യും? കോൺസെപ്റ്റ് മനസ്സിലാക്കും, എങ്ങനെ ഡ്രൈവ് ചെയ്യേണ്ടത്. പിന്നെന്താണ്? മാനിപ്പുലേഷൻ എന്ന് പറയുമ്പം പെർഫോമിങ് എ സ്കിൽ വിത്ത് ഗൈഡൻസ്. ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ സൈഡിൽ ഒരാൾ ഇരുന്നിട്ട് പുള്ളിക്കാരൻ എനിക്ക് പറഞ്ഞു, എൻ്റെ ഫ്രണ്ട് ആയിരിക്കും, റാഹിൽ ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് ശേഷം ക്ലച്ച് പതുക്കെ വിടണം. ഒരു ഗൈഡൻസിന്റെ കൂടെ, ഒരു ഗൈഡോട് കൂടി ഞാൻ എന്ത് ചെയ്യാണ്? ഡ്രൈവിംഗ് കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണ്. പിന്നെ വരികയാണ് പ്രെസിഷൻ. പ്രെസിഷൻ എന്ന് പറയുമ്പം ആ പുള്ളിക്കാരൻ അവിടുന്ന് പോയി, ഞാൻ എന്ത് ചെയ്യാണ്? ഡ്രൈവിംഗ് വളരെ നല്ല രീതിയിൽ ഞാൻ ഓടിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ വരുന്നതാണ് ആർട്ടിക്കുലേഷൻ, അതായത് കോർഡിനേഷൻ മൾട്ടിപ്പിൾ സ്കിൽ സ്മൂത്ത്ലി. ഓക്കെ, ഞാൻ പിന്നെന്ത് ചെയ്യാണ്? പിന്നെ ഒറ്റ കയ്യിൽ സ്റ്റിയറിംഗ് ഒക്കെ പിടിച്ച് ഫോണൊക്കെ ചെവിയിലൊക്കെ വെച്ച് അങ്ങനെ ഓടിക്കാൻ പാടില്ല കേട്ടോ. അങ്ങനെ വെച്ച് ഭയങ്കര സ്മൂത്ത് ആയിട്ട് ഞാൻ ആൾക്കാരോട് സംസാരിച്ചിട്ടൊക്കെ ഡ്രൈവ് ചെയ്യാം. ഞാൻ ഇങ്ങനെ കോർഡിനേറ്റ് ചെയ്യാൻ തുടങ്ങും. എൻ്റെ ആ സ്കില്ലിൽ ഞാൻ ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എനിക്ക് വരാൻ തുടങ്ങും. ഓക്കെ, പിന്നെന്താണ്? നാച്ചുറലൈസേഷൻ, പെർഫോമിംഗ് സ്കിൽസ് ഓട്ടോമാറ്റിക്കലി ആൻഡ് കോൺഫിഡൻ്റ്ലി. ഓക്കെ, നമുക്ക് പിന്നെ ഏത് വണ്ടി ഓടിക്കാനുള്ള കോൺഫിഡൻസും അത് നമുക്ക് ഒരു പിന്നെ അതായത് നമ്മളൊരു ഫസ്റ്റ് ഈ ഒരു ഭാഗം നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ആദ്യം ഒരു ആളുടെ നിന്ന് കോപ്പി ചെയ്യുകയാണ് എങ്ങനെ പഠിക്കണം എന്ന്. അതിൽ നിന്ന് ഒരുപാട് സ്റ്റെപ്സ് കഴിഞ്ഞിട്ട് ഞാൻ ലാസ്റ്റ് എവിടേക്ക് എത്തുകയാണ്? ഓട്ടോമാറ്റിക് ആയിട്ട് വളരെ കോൺഫിഡന്റ് ആയിട്ട് എവിടെയും പെർഫോം ചെയ്യാനുള്ള ഒരു സൈക്കോ മോട്ടോർ സ്കിൽസ് ഞാൻ എന്ത് ചെയ്യാണ്? ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ്. ഇതാണ് ഇതിലുള്ള വരുന്ന 5 പോയിന്റ്സ്. ഇതും നിങ്ങൾ ഇതുപോലെ എക്സാമ്പിൾസോട് കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? സ്ക്രീൻഷോട്ട് എടുക്കുവോ, നിങ്ങളുടെ സ്വയമായിട്ട് എഴുതുവോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. PPT വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഐ ഷെയർ, ദാറ്റ്സ് അനദർ സ്റ്റോറി. യു ക്യാൻ ജസ്റ്റ് ബി ഇൻ ദ പാർട്ട് ഓഫ് അവർ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി. യാ, അപ്പൊ അതൊക്കെയാണ് നിങ്ങൾ പഠിക്കാനുള്ള കാര്യങ്ങൾ. അപ്പൊ ബ്ലൂംസ് ടാക്സോണമി മനസ്സിലായില്ല? ഇതൊക്കെ ക്ലിയർ ആയിട്ട് പഠിക്കുക. യാ, നത്തിങ് എൽസ്. അപ്പോ നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. പിന്നെ നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഞാൻ PPT ഷെയർ ചെയ്യാം, നമുക്ക് ഡിസ്കഷൻ നടത്തേണ്ടതുണ്ട്. ആസ് ഏർലിയസ്റ്റ് പെട്ടെന്ന് എന്ത് ചെയ്യുക? പഠിച്ചു തുടങ്ങി നമുക്ക് മാക്സിമം PYQs ഒക്കെ നമുക്കില്ല, ഞാൻ അത് ലാസ്റ്റ് ചെയ്തു കേട്ടോ. എക്സാമിന് അടുപ്പിച്ചിട്ട് PYQs തരാമെന്ന് കരുതിയിട്ടാണ്. ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. Okay, yeah, so that's all about today's session. We'll see you on the next class. Okay, bye.